പാലാ നഗരസഭ കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷികാഘോഷം നടന്നു. ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭ കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ടൗൺ ഹാളിലേക്ക് സാംസ്കാരിക റാലി നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ സാമ്പത്തികമായ ചില നീക്കുപോക്കുകളുണ്ടായി. നമുക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ്, നമുക്കൊരു ആത്മബലമുണ്ടായി. പക്ഷെ ഇങ്ങനെയൊരു വേദിയിൽ ഇങ്ങനെ നേരത്തെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ പറയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ്. ഇതുപോലുള്ള ഒരു വേദിയിൽ വന്ന് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഒരു ആത്മധൈര്യം, അത് മറ്റൊന്നുമല്ല, സ്ത്രീകൾക്കുള്ള ആത്മധൈര്യത്തിന്റെ മറ്റൊരു പേരാണ് കുടുംബശ്രീ. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. 1998 അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നായനാരുടെ നേതൃത്വത്തിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയുടെ കൂടെ ആരംഭിച്ച ഈ CDS കുടുംബശ്രീ ഇന്ന് ലോകത്തിൽ 46 ലക്ഷം, ലോകത്തിലെ നമ്മുടെ കേരളത്തിൽ തന്നെ 46 ലക്ഷം യുവതികളും അവരുടെ കുടുംബാംഗങ്ങളും അതിന് പുറമെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ഒത്തുചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ്. യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി. CDS മെമ്പർ സെക്രട്ടറി ഉമേഷിത PG റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ BG ജോജോ അവാർഡ് വിതരണവും ആദരിക്കലും നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു, വിദ്യാഭ്യാസ കലാകായിക കാര്യസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസ് J. ചീരാങ്കുഴി, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി മരിയ ടോം തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സിജി പ്രദീപ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. i4A ന്യൂസ് പാല.